Good morning, all. Morning, ma'am. Morning. So, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയില്ല? ആരും വെട്ടതൊന്നും വായിച്ചു നോക്കുന്നില്ലേ? എല്ലാം ഇങ്ങനെ ഒന്നിച്ച് വെക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എവിടെ വരെ എടുത്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? അതും ഓർക്കുന്നില്ല. എവിടെ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയെന്നുള്ളത്? വിസിബിൾ അല്ല? നോട്ട് ഷെയറിംഗ് വിസിബിൾ അല്ലേ? അല്ല മാം, വിസിബിൾ അല്ല. ഹലോ, ഇപ്പൊ പ്രസന്റ് ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് മാം. യെസ് മാം, കാണുന്നുണ്ട്. യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എവിടെ വരെയാ? ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡൽ അല്ലെ? അതല്ലേ പറഞ്ഞ വിഷ്വൽ ആൻഡ് ഓപ്പറേറ്റീവ്. അവിടെ വരെയാണോ പറഞ്ഞു നിർത്തിയത്? ആണോ? ഇപ്പൊ 5 ഡയമെൻഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? എനിക്ക് തോന്നുന്നു ജോബ് ഇവാലുവേഷൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ?
കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വിഷ്വൽ ആൻഡ് ഓപ്പറേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതേമാതിരി തന്നെ ജോബ് ഡിസൈനും കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ ആണ്. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഹെഡിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് കണ്ട ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ജോലിയുടെ അല്ലെ ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്താനായിട്ട് എളുപ്പമാണ്. കാരണം ആ ജോലി എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണുള്ളത്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, എല്ലാത്തിനെയും കുറിച്ചിട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ആ സ്ട്രക്ചറിൽ ഉണ്ടാവും അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ജോലിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടി കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, ജോബ് ഇവാലുവേഷൻ. ജോലിയെ വിലയിരുത്താനായിട്ടുള്ള സാധ്യത അല്ലെ. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, which is the process of comparing the job with the other jobs in an organization to assess the proper training. നമുക്ക് എന്താണ് ജോലി എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. നിശ്ചിത ജോലി ഒരു വ്യക്തി വരുമ്പോൾ ഇത്രയും യൂണിറ്റ് ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ടാർഗറ്റ് എങ്കിൽ അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആ വ്യക്തിക്ക് അത്രയും ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ഒരു കമ്പാരിസൺ നടത്തണമെങ്കിൽ നമുക്ക് സാധിക്കും. കാരണം മറ്റു വ്യക്തികളെ പോലെ ഇദ്ദേഹത്തിന് അതിന് കഴിവുണ്ടോ എന്നൊക്കെയുള്ളത് കമ്പയർ ചെയ്യാനായിട്ടും സാധിക്കും അല്ലെ. അപ്പൊ ജോലിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഇവാലുവേഷൻ വിലയിരുത്തൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? എന്താണ് ജോലി എന്നുള്ളതും എന്താണ് ടാർഗറ്റ് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഇൻഫോർമേഷൻ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കില്ല അല്ലെ. ഇവാലുവേഷൻ നടത്തണമെങ്കിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള ഡിസൈൻ അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പൊ ജോലിയെ കുറിച്ചിട്ട് നമുക്ക് ധാരണയുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താനും സെലക്ട് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് അല്ലെ. എന്താണ് ജോലി? ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ഉണ്ടാവാം അല്ലെ. അവിടെ ഫീൽഡ് വർക്കിലുള്ള ജോലി ഉണ്ടാവാം, അതേമാതിരി തന്നെ ആക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെ ടെക്നിക്കൽ സ്റ്റാഫിന്റെ ഒഴിവുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും അല്ലെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള വേക്കൻസികൾ ഉണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും എന്താണ് ജോലി എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ യോഗ്യമായ വ്യക്തിയെ അത് ആ ഒരു പൊസിഷനിൽ ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായ വ്യക്തിയുടെ ആപ്ലിക്കേഷൻസ് അല്ലെ അത് നേടിയെടുക്കാനുള്ള റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കും. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നടത്താൻ സാധിക്കും. ഓക്കെ, ദ പ്രോസസ് ഗീവ്സ് a better understanding about the job that needs to be filled and answered. ഓക്കെ, നല്ലൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ജോലിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആണ് അല്ലെ. ഫസ്റ്റ് വൺ നോക്കാം, ദ സെലക്ഷൻ പാനൽ ഐഡന്റിഫൈസ് ദ ജോബ് റിക്വയർമെന്റ്സ്, സെലക്ഷൻ ക്രൈറ്റീരിയ, write the job advertisement, develop interview questions and assess the best applicant for the job. നമുക്കറിയാം ഒരു ടെക്നിക്കൽ സ്റ്റാഫിനെയാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും ആപ്ലിക്കേഷനിൽ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരുമ്പോൾ ആ രീതിയിൽ അല്ലെ അദ്ദേഹത്തിന് നല്ല ഫ്ലുവന്റ് ആയിട്ട് ആ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കഴിവുകളൊക്കെ ഉണ്ടോ എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരിക്കും ബേസ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ജോലിയുടെ ഒരു ധാരണയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റും അതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷനെ വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇൻ കേസ് നമുക്ക് എന്താണ് ജോലി അല്ലെ കുറെ പേര് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇന്ന കമ്പനിയിലേക്ക് ആൾക്കാർ വേണം, ഏതൊക്കെ പോസ്റ്റ് ഏതൊക്കെ ജോലിയിലേക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും കൃത്യമായ ധാരണയില്ലെങ്കിൽ എന്താണ് പരമാവധി പല ആപ്ലിക്കേഷൻസും വരും അല്ലെ. നമുക്കറിയാം സെലക്ഷൻ നടത്തുമ്പോഴും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്, അപ്പൊ ഏത് പോസ്റ്റിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.
അങ്ങനെ സാധ്യതയില്ലേ? കൃത്യമായിട്ടുള്ള ജോലി ഏതാണ് വേക്കൻസി എന്ന് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാവും അല്ലെ? നമ്മള് ക്ലാസ്സിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിട്ടുപോകില്ല. ഓക്കെ. ജോബ് ആപ്ലിക്കേഷൻസ് ടു ഡിസൈഡ് ഇഫ് they should apply for the job and to prepare for the selection process. Then നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് അല്ലെ, നമ്മൾ വിവിധ വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. ദെൻ ആ ആപ്ലിക്കേഷനിൽ നിന്ന് ഏതാണോ പോസ്റ്റ്, ഏതാണോ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒഴിവ്, ആ ഒഴിവ് നികത്താനായിട്ട് യോഗ്യനായ വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജോബ് ഡിസൈന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടപടികളൊക്കെ ഈസി ആക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് കണ്ടത്? ജോബ് വേക്കൻസി, ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ജോബ് ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും, വിലയിരുത്താൻ സാധിക്കുന്നു. ദെൻ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടപടികൾ നടത്താനായിട്ട് സാധിക്കുന്നു. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തിയുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെ, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം. The information helps employees to understand the requirements of their role, understand the need of other roles in the organization, and recognize the abilities necessary for their chosen professions. അപ്പൊ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള അല്ലെ നല്ല രീതിയിൽ തന്നെ ആ വ്യക്തികളെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അനുയോജ്യമായ രീതിയിൽ കഴിവ് അത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലിൽ നിന്ന് നമുക്ക് അറിയാം, അനുയോജ്യരായിട്ടുള്ള പേഴ്സൺസിനെ കൊണ്ടുവന്ന് നമുക്ക് എന്താണ് എന്തെങ്കിലും ഡയറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് തന്നാലാണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കിൽ ആൻഡ് നോളജ് വികസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ജോലി, ആ ജോലിക്ക് ആ യോഗ്യമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ കഴിവ് അനുസരിച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തിയിട്ട് നമുക്ക് ആവശ്യത്തിന് അല്ലെ അവരുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എംപ്ലോയറുടെ റിക്വയർമെന്റ്സിന് അല്ലെ അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് ഉള്ള റോളുകളിലേക്ക് ആ വ്യക്തികളെ നിയോഗിച്ചിട്ട് അവരിൽ നിന്ന് അല്ലെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്ത് അവിടെയുള്ള എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ജോലിയുടെ ഡിസൈൻ ഉണ്ടാവുമ്പോഴാണ് അല്ലെ, തീർച്ചയായിട്ടും എന്ത് ജോലിയാണോ അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിന് അവർക്ക് മതിയായ കഴിവുകളൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഏത് എംപ്ലോയീസിനെയാണ് അല്ലെ ഇത്തരത്തിലുള്ള അറിവ് പകർന്നു തരാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് പേര് പിടിച്ച് ഇത്തരത്തിലുള്ള സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സഹായിക്കുന്നു. അല്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്കെയാണോ? തേർഡ് പോയിന്റ് വരെ ഓക്കെയാണോ? ജോബ് ഡിസൈൻ എന്നുള്ളതിന്റെ കാര്യം ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ജോലിയെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ അതാണ് ജോബ് ഡിസൈനിൽ ഉണ്ടായിരിക്കുക അല്ലെ. ഇനി നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് നോക്കാം. ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് അലൗ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് ടു ഡെവലപ്പ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വർക്ക് പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ, നമ്മൾക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും അവിടെയുള്ള വർക്കേഴ്സിൽ നിന്നും ഒരുപാട് അല്ലെ നിശ്ചിത കാര്യങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യും, പ്രതീക്ഷിക്കും അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ലെവലിൽ തന്നെയായിരിക്കും എംപ്ലോയീസിനെ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് അവിടെയുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ അതനുസരിച്ചിട്ട് തന്നെ അവരുടേതായിട്ടുള്ള പെർഫോമൻസ് പ്രകടമാക്കിയാൽ മാത്രമാണ് ആ ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. കേപ്പബിലിറ്റി benchmarks help them identify and meet their professional development needs. അപ്പൊ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാണോ ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ബെഞ്ച്മാർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഓക്കെ ആ പേഴ്സൺ ഓക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ പേഴ്സണെ കൊണ്ട് നമുക്ക് നന്നായിട്ട് അല്ലെ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും സ്കിൽ ആൻഡ് നോളജ് പകർന്നു കൊടുത്തിട്ട് ആ വ്യക്തി ഒന്നും കൂടി നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് എന്താണ് തീർച്ചയായിട്ടും അവിടെയുള്ള മാനേജ്മെന്റിന് തീരുമാനത്തിലെത്താൻ സാധിക്കുന്നു. കാരണം നമുക്കറിയാം
നേരത്തെ കൂട്ടി എന്താണോ ജോലി, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് അവിടെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ ആ പേഴ്സണിൽ നിന്ന് ഇത്രയും ഒരു ടാർഗറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും അല്ലെ, ചെയ്തിരിക്കും. ദെൻ അവരുടെ പെർഫോമൻസ് അവിടെ ആ വ്യക്തി എന്താണോ പെർഫോം ചെയ്യുന്നത് ആ പ്രകടനങ്ങൾ വിലയിരുത്തി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺസിന്റെ ഹെൽപ്പും കൂടി കൊടുത്ത് അവരുടെ നോളജ് ആൻഡ് എന്താണ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരൊന്നും കൂടി കാര്യക്ഷമമായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവിടെയുള്ള മാനേജ്മെന്റിന് സാധിക്കുന്നു. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രകടനം ഒന്നും കൂടി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അല്ലെ, അവരുടെ ആ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം അല്ലെ, അവരുടെ കാര്യക്ഷമമായിട്ടുള്ള ഒന്നും കൂടി കാര്യക്ഷമമാക്കാനുള്ള ഒരു കാര്യം അല്ലെ ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ടെങ്കിൽ അതുകൂടി സാധ്യമാക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അവരൊന്നും കൂടി കാര്യക്ഷമമാക്കിയിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്കറിയാം ഈ പറഞ്ഞ ഈ ഒരു പെർഫോമൻസ് നമ്മളെ മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രകടനം അല്ലെ അത് ഇത്തിരി കൂടി കാര്യക്ഷമമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാവരും എസ് തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ചോദിച്ചു. ഓക്കെ, എന്താണ് അല്ലെ ഇവിടെ തീർച്ചയായിട്ടും പെർഫോമൻസ് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ പെർഫോമൻസ് വികസിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ, നന്നായിട്ട് തന്നെ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനുള്ള ലെവലിലേക്ക് എത്തിക്കണം. അങ്ങനെ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഒരുപാട് അതിന്റെ റെക്കഗ്നേഷൻ അല്ലെ, അവർക്ക് അവാർഡുകളും അതേമാതിരി തന്നെ അംഗീകാരങ്ങളൊക്കെ കൊടുക്കാനായിട്ടും അത് ഹെൽപ്ഫുൾ ആണ്. Well-defined capability standards simplify the process of evaluating work performance, which is above expectations. Okay, നേരത്തെ കൂടി പറഞ്ഞ മാതിരി ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഒരു എംപ്ലോയിയെ നമ്മൾ അവിടെ നിയോഗിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പറ്റിയ പെർഫോമൻസ് നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ അവാർഡുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല അംഗീകാരങ്ങളൊക്കെ കൊടുത്ത് ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താൻ അല്ലെങ്കിൽ ഇച്ചിരി അല്ലെ മെച്ചപ്പെട്ട് തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരാനൊക്കെയായിട്ട് ഇതുകൊണ്ട് സഹായിക്കുന്നു. റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ. ഓക്കെ, വീണ്ടും വർക്ക് ഫോഴ്സ് പ്ലാനിങ്. എന്താണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്? When all the individuals or roles in the organizations are considered together should meet the organization's capability needs. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറണം അല്ലെ. ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയാൽ എന്താ പ്രത്യേകത? ആ ഗോൾസ് എല്ലാം പ്രതീക്ഷിച്ചതിൽ നേരത്തെ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അല്ലെ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം ഈ വർക്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് അവർ ഇത്ര ഇന്ത്യൻ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഇന്ത്യന്റെ ജോലികളാണ്. ആ ജോബ് ഡിസൈനിൽ നമുക്കറിയാം ഇന്ന ജോലികളാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത യൂണിറ്റിൽ ഇന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് നല്ല ഒറ്റക്കെട്ടായിട്ട് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു അല്ലെ. അതും എന്താണ് നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Then all the individuals role in the organization are considered together should meet the organization capability needs. Okay. Then next നോക്കുകയാണെങ്കിൽ വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. ഇതിലെ ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അല്ലെ ഒന്നും ക്വസ്റ്റ്യൻസ് അധികം പ്രതീക്ഷിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. എന്താണ് ജോബ് ഇവാലുവേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കുക. ഈ ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ കണ്ടതാണ് ജോബ് ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ നടത്താനായിട്ട് സാധിക്കുന്നു, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. അപ്പൊ ജോബ് ഡിസൈൻ കൊണ്ട് എന്ത് സാധിക്കുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഇന്ന ഓപ്ഷനുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അല്ലെ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ജസ്റ്റ് പോയിന്റ്സിന്റെ ഹെഡിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. എന്താണ് വർക്ക് അലോക്കേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്? നോക്കാം.
managers can make sure that the work relates to the organization's core business and is correctly allocated. ഓക്കെ, നമുക്കറിയാം അവിടെ മാനേജേഴ്സിന് അല്ലെ അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതായത് വർക്കുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷന്റെ ഓരോ മേഖലകളിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ഉറപ്പാക്കാനായിട്ട് മാനേജേഴ്സിന് സാധിക്കുന്നു അല്ലെ. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഘടന ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ലെവലിലുള്ള അല്ലെ പേഴ്സൺസിനും എംപ്ലോയീസിനും ഏത് രീതിയിലുള്ള വർക്കുകളാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്നും അത് കൃത്യമായിട്ട് തന്നെയാണോ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും മാനേജ്മെന്റ്സിന് സാധിക്കുന്നതും ഈ ഒരു ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ടാണ്. സോ വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. Decision on training investments. Okay, നമുക്ക് നോക്കാം എന്താണ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ട്രെയിനിങ് ആർ ബെറ്റർ ടാർഗറ്റഡ്. അതായത് എന്താണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ട്രെയിനിങ് കിട്ടുമ്പോഴും അവരുടെ നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യും അല്ലെ. ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻഡിവിജ്വൽസിനും ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ എന്താണ് നോളജ് ആൻഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അത്തരത്തില് ആർക്കൊക്കെ ഏതൊക്കെ ലെവലിലുള്ള പേഴ്സൺസിനാണ് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവിടെ ഏത് ട്രെയിനിങ് ആണ്, എവിടെയാണ് ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കുന്നു. കാരണം നമുക്കറിയാം എന്താണ് സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർക്ക് വർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കണോ വേണ്ടിയെന്ന് തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധ്യമാകുന്നു അല്ലെ, നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ, പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ാണോ ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ? ാണ് സ്പീഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ പറയാം, ഒന്നുകൂടെ പറയേണ്ട പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെയാണ്. നെക്സ്റ്റ് നോക്കാം എൻഷുറിംഗ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഇൻഫോർമേഷൻ മേ ഹെൽപ്പ് ഐഡന്റിഫൈ threatening conditions, unhealthy environments or unsafe work practices or a process which need to be addressed. ഓക്കെ, നമുക്കറിയാം ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് അല്ലെ ഇങ്ങനെ ജോലികൾക്കൊക്കെ ഇത്രയും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം, മുൻകരുതലുകൾ അല്ലെ, അവിടെ അൺസേഫ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ മുൻകരുതലുകൾ എടുത്തതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഡ്യൂട്ടികൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ചിലപ്പോൾ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെ ആ മെഷീനുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ധരിച്ചിട്ട് മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണോ ജോലി ആ ജോലിക്ക് അല്ലെ കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എൻഷുറിംഗ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി ഇൻഫർമേഷൻ മേ ഹെൽപ്പ് ഐഡന്റിഫൈ എന്തെങ്കിലും ഭീഷണി അല്ലെ എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എൻവയൺമെന്റിന്റെ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എൻവയൺമെന്റ് സാധ്യത ഉണ്ടോ അല്ലെ, ചിലപ്പോൾ ശ്വസിക്കാനോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വരാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമാണോ അത്തരം ഡ്യൂട്ടികൾ ചെയ്യേണ്ടത്. എന്താണെങ്കിലും എന്താണ് അൺസേഫ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ അതെല്ലാം മുൻകരുതലായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് അതൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Then it may also be used to identify return to work solutions as part of a recovery plan. അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും അല്ലെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനും ഇപ്പൊ ഇന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അതിനെ റിക്കവർ ചെയ്യാനായിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് ഉള്ളതെന്ന് നേരത്തെ കൂട്ടി ചിന്തിക്കാനായിട്ടും സാധിക്കുന്നു അല്ലെ. ചിലപ്പോ എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടി വേസ്റ്റും കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കാം അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം തന്നെ മുൻകരുതലായിട്ട് എടുക്കാനായിട്ടും ഈ ഒരു ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് സാധിക്കുന്നു. കേസ് ജോബിന് ഒരു ധാരണയൊന്നും ഇല്ല എങ്കിലും അങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് തയ്യാറാവില്ല. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ആക്ഷൻ അല്ലെ റെമഡിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്തെടുക്കാനും സാധിക്കാതെ വരും. അപ്പൊ തീർച്ചയായിട്ടും
നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കും. Tenth point, workforce equity and diversity. അതായത് നമുക്കറിയാം അല്ലെ, അവിടെ വർക്ക് ഫോഴ്സ് അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരോടും വേർതിരിവൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും വികസിച്ച് നൽകാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. The process may also identify ways of improving workforce equity. അതായത് നമുക്കറിയാം അല്ലെ, ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇത് ഈ ഒരു വർക്ക് ഫോഴ്സ് ഇക്വിറ്റി നിലനിർത്തി അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നേരത്തെ കൂടി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കാരണം ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അവരുടെ മേലുദ്യോഗസ്ഥരെ അവര് കൃത്യമായിട്ട് തന്നെ ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താണ് ഒരു സ്പെഷ്യൽ അല്ലെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നു, പിന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിന്റെ ടാർഗറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? അല്ല, ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. എന്താണ് ജോബ് ഡിസൈൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ദിസ് പ്രോസസ് which makes sure that the job remain updated and is relevant to the employee. ഇത് അതേമാതിരി തന്നെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് കംസ് ബൈ ഡൂയിങ് ദ ജോബ് ഓൺ ഡെയിലി ബേസിസ്. അതായത് അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്താണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ. ജോബ് ഡിസൈൻ ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അപ്ഡേറ്റിംഗ് ദ ജോബ്. സാധാരണയായിട്ട് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ജോബ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, റിക്രൂട്ട്മെന്റ് സുരക്ഷ നടപടികൾ അല്ലെ. അത് ഓരോ പോയിന്റ്സും മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ആ ഹെഡിങ് എങ്കിലും ഓർത്ത് മനസ്സിലാക്കി വെക്കാം. ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട്, ജോബിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ടുള്ള ധാരണയുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതെന്നും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് വായിച്ചു നോക്കേണ്ട സമയത്ത് വായിച്ച് പെട്ടെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടി പറയേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു പോകാം. ണോ? നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ. അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ ആണ് അടുത്ത ഭാഗത്ത് പ്രധാനമായിട്ട് വരുന്നത്. തൊഴിലിന്റെ സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഈ ജോബ് ഡിസൈനുമായിട്ട് വരുമ്പോൾ അതിന്റെ സമീപനങ്ങൾ അല്ലെ, പല രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. There are 5 main approaches to job design. അതായത് 5 തരത്തിലാണ് ജോബ് അപ്രോച്ചസ് ഉള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ഭാഗമാണ്, മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ചെറുതാണെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോകാൻ നോക്കാം. അപ്പൊ അതില് പ്രധാനമായിട്ടും ഒരു 5 അപ്രോച്ചസ് ആണ് ജോബ് ഡിസൈനിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ്, വർക്ക് സിംപ്ലിഫിക്കേഷൻ.
അതായത് ഒരു ജോബിന്റെ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം വർക്ക് സിംപ്ലിഫിക്കേഷൻ. അസ്യൂംസ് ദാറ്റ് വർക്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ റിപ്പീറ്റീവ് ടാസ്ക് ദാറ്റ് മാക്സിമൈസ് എഫിഷ്യൻസി. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു വലിയ വർക്കിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്ന് അതേമാതിരി തന്നെ റിപ്പീറ്റീവ് ടാസ്കുകളൊക്കെ മാക്സിമം എഫിഷ്യന്റോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ആക്കി മാറ്റുന്നു. അതായത് ഒരു വലിയ വർക്കിനെ നമ്മൾ സിമ്പിൾ ആക്കി തന്നെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ റിപ്പീറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ആണെങ്കിൽ അത് ഒന്നിച്ച് ചെയ്യുമ്പോൾ അല്ലെ ഒന്നിച്ച് മാക്സിമം എഫോർട്ടോടുകൂടിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണ്, ഒരു അപ്രോച്ചാണ് എന്ന് പറയുന്നത് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ജോലിയുടെ ഡിസൈൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ജോലി അത് വലിയൊരു ജോലിയെ ആ ടാസ്കിന് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ അല്ലെ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ടാസ്കും ഓരോരുത്തരൊക്കെ ഏൽപ്പിച്ച് ആ ടാസ്ക് ഒന്നിച്ച് അക്കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ദെൻ ജോബ് എൻലാർജ്മെന്റ്. ഒരു സെന്റൻസേ ഉള്ളൂ. അതായത് ജോബ് എൻലാർജ്മെന്റ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോലിയുടെ പരിധി അല്ലെ പരിധി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജോലിയുടെ പരിധി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഒരു ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെ എന്തെങ്കിലും മെഷീൻ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇടയ്ക്ക് ഈ മെഷീൻ എന്തെങ്കിലും റിപ്പയർമെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ അതുകൂടി ചെയ്യാനായിട്ടുള്ള ഒരു നോളജ് കൂടി അവർക്ക് പകർന്നു കൊടുക്കും. അപ്പൊ എന്താ പ്രത്യേകത? ആ ജോലി അവർക്ക് റണ്ണിങ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും അവർക്ക് പരിഹരിക്കാനുള്ള ഒരു നോളജ് അവർക്ക് അതോടൊപ്പം തന്നെ കിട്ടും. ഓക്കെ, ജോബ് എൻലാർജ്മെന്റ് പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ജോബ് ഡ്യൂട്ടീസ്. ഓക്കെ, ആ ഒരു സെന്റൻസ് ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ജോബ് പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ജോബ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ജോബ് എൻലാർജ്മെന്റ് ആണോ, ജോബ് റൊട്ടേഷൻ ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരരുത്. ജസ്റ്റ് മനസ്സിലാക്കുക. ജോബ് എൻലാർജ്മെന്റ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. ജോലിയിൽ നിന്ന് കുറച്ചും കൂടി അല്ലെ വികസനം, അതായത് ആ ജോലി മാത്രമല്ല ഒരു അഡീഷണൽ ആയിട്ട് കൂടി അല്ലെ ജോലിയുടെ പരിധി ഇത്തിരി കൂടി കൂട്ടിക്കൊടുക്കുന്ന ഒരു കാര്യം. ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റൊട്ടേഷൻ അല്ലെ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ റൊട്ടേറ്റ് ചെയ്ത് ഇരിക്കുക എന്നൊക്കെ ഉള്ളത് പഠിച്ചു പോയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇതിലും വരിക. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എല്ലാ പ്ലേസിലും ഇരിക്കാനായിട്ടുള്ള ഒരു സാധ്യത വരുന്നു അല്ലെ. ജോബ് റൊട്ടേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇൻ കേസ് ക്ലാസ്സിലാണെങ്കിൽ ബെഞ്ച് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ബെഞ്ചുകളിലും ഇരിക്കാനായിട്ടുള്ള ഒരു സാധ്യത വരുന്നു എന്ന് പറയുമ്പോൾ അത് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭ്യമാകുന്നു. The process of rotating workers among different narrowly defined tasks without disrupting the flow of work. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുമ്പോൾ എന്താ പ്രത്യേകത? വർക്കിന് ഒരിക്കലും ഡിസ്റ്റർബ് വരില്ല. കാരണം ഏതെങ്കിലും ഒരു പേഴ്സൺ ഇല്ല എങ്കിൽ കൂടി ആ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടിയും അവിടെയുള്ള പേഴ്സൺസിന് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ വർക്ക് ഫിനിഷിംഗിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ വർക്ക് സിംപ്ലിഫിക്കേഷൻ. വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വർക്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ repetitive task that maximize efficiency. Then job enlargement എന്ന് പറയുന്നത് the process of expanding on job duties. Then job rotation എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് കൊണ്ട് തന്നെ disrupting the flow of work അല്ലെ. The process of rotating workers among different narrowly defined tasks without disrupting the flow of work. വർക്കിന്റെ ഫ്ലോക്ക് ഒരു തടസ്സവും വരില്ല. Then next നോക്കാം ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ്? ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ സോ ദാറ്റ് വൺ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിംഗ് എ ഹോൾ പ്രൊഡക്റ്റ് ഓർ ആൻ എൻറ്റയർ സർവീസ്. ഓക്കെ, നമുക്ക് ഒരു പേഴ്സണെ ഇപ്പൊ ആ പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്കും കൂടി ഒരു ചുമതല അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മീൻസ് എൻ്റയർ സർവീസും അദ്ദേഹത്തിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഉണ്ടത്.
ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? The process of putting specialized task back together so that one person is responsible for producing a whole product or an entire service. അപ്പൊ അവിടെ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് കൂട്ടിക്കൊടുക്കുകയാണ്. So that one person is responsible for producing a whole product. അല്ലെ, മൊത്തം ആ ഉൽപാദനത്തിന് റെസ്പോൺസിബിലിറ്റി ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ എന്താണ് എന്റെ സർവീസ് ഇൻ കേസ് അല്ലെ, ആ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചിലപ്പോഴെങ്കിൽ അവിടെ സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസുകൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതും അല്ലെ ആർക്കും എന്താണെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെ, അതിനുള്ള ഒരു കപ്പാസിറ്റി കൂടിയും അവര് തന്നെ നിക്ഷിപ്തമാക്കുന്നു. ചിലപ്പോഴെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ, ചിലപ്പോ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് നേരത്തെ കൂട്ടി എന്തെങ്കിലും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് ഒരു TV ആണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന്റെ യൂണിറ്റിന്റെ തലത്തിൽ നിന്ന് അത് സെയിലിംഗ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ട്രാവലിംഗ് അലവൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, മീൻസ് അത് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ കൂടിയും അവര് നിക്ഷിപ്തമാക്കുന്നു. ഓക്കെ, അതിപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഒരു വ്യക്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനും കൂടിയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവരില് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഉത്തരവാദിത്വം കൂടുതൽ അതിലേക്ക് അവർക്ക് തന്നെ നിക്ഷിപ്തമാക്കുന്നു. ഓക്കെ, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ നോക്കാം. ഫോക്കസ് ഓൺ ഗിവിംഗ് എ ടീം rather than an individual a whole and meaningful work to be done. ഒരു ടീമായിട്ട് അല്ലെ, ഫോക്കസ് ഓൺ ഗിവിംഗ് എ ടീം rather than ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല ഹോൾ ആയിട്ട് അല്ലെ, ഒരു ടീമിനെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഹോൾ ആൻഡ് മീനിങ് വർക്ക് ടു ബി ഡൺ. നമുക്കറിയാം ആ ഒരു നല്ല വർക്ക് അത് കൃത്യമായിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പേഴ്സണെ ഏൽപ്പിച്ചു കൊടുക്കാതെ തന്നെ അത് മൊത്തമായിട്ട് അല്ലെ, ഒരു വ്യക്തിക്ക് പകരം ഫുൾ ഫേമിനെ തന്നെ കൈകാര്യം ചെയ്യാൻ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി അല്ലെ, അതാണ് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഓക്കെ, ആ ഒരു രീതിയിൽ ജോബിനെ കൈകാര്യം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ പല രീതിയിൽ ജോബിനെ കൈകാര്യം ചെയ്യാൻ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വർക്കുകൾ കൈകാര്യം ചെയ്ത് കൊടുക്കാം. അപ്പൊ വർക്ക് സിംപ്ലിഫിക്കേഷൻ ആണ്. ജോബ് എൻലാർജ്മെന്റ് നമ്മൾ പറഞ്ഞ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരും. അപ്പൊ ഒരു മെഷീൻ ഓപ്പറേറ്റ് അദ്ദേഹത്തിന് എന്തെങ്കിലും റിക്വയർമെന്റ് അല്ലെ, അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ ആ ജോബ് ഡിസൈനെയാണ് നമ്മൾ പറയുന്നത് ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാവീണ്യം ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ ജോബിന് ഒരു തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഉൽപാദനം മാത്രമല്ല അത് നടപ്പാക്കാനും കൂടിയുള്ള ഒരു പവർ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുന്നു. ഓക്കെ, നമ്മളൊരു ടാർഗറ്റ് അത് എന്താണ് ജസ്റ്റ് അത് ഉണ്ടാക്കി കൈകാര്യം അല്ലെ, പ്രൊഡക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് ആ പ്രൊഡക്ഷൻ കൊണ്ട് നിലയ്ക്കുന്നില്ല അല്ലെ, അത് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തലങ്ങൾ കൂടി അവരെ തന്നെ നിക്ഷിപ്തമാണ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവർ പ്രൊഡക്ഷൻ ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേമാതിരി തന്നെ ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ അല്ല ഒരു ജോലി ഏൽപ്പിക്കാനായിട്ട് നിയുക്തമാകുന്നത് ഒരു ടീമിനെ തന്നെ അറേഞ്ച് ചെയ്ത് ആ ജോലി കൈകാര്യം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പവർ ലഭ്യമാക്കുന്നതാണ് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. ഏതെങ്കിലും ചോദിക്കാറുണ്ട്. ജോബ് എൻറിച്ച്മെന്റ് ജോബ് എൻലാർജ്മെന്റ് ഒക്കെയാണ് മിക്കപ്പോഴും കാണാറുള്ളത്. ഓക്കെ, വായിച്ചു നോക്കാം.
ആണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഏറ്റവും പറയേണ്ട ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത നമ്മൾ മനസ്സിലാക്കുക. ഡാഷ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ജോബ് ഡ്യൂട്ടീസ് മനസ്സിലാക്കി വെക്കുക. ജോബ് എൻലാർജ്മെന്റ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെ കൃത്യമായിട്ട് the work can be broken down into simple repetitive tasks that maximize efficiency എന്നുള്ള രീതിയിലാണ് എങ്കിൽ അല്ലെ മനസ്സിലാക്കി വെക്കുക. വർക്ക് സിംപ്ലിഫിക്കേഷൻ ആണ് അവിടെ വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ആ ഒരു രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് അനാലിസിസ് ആണ്. നമുക്ക് നോക്കാം definition. According to Edwin B. Flippo, job analysis is the process of studying and collecting information relating to the operations and responsibilities of a specific job. The immediate products of this analysis are job descriptions and job specifications. ഓക്കെ, ഇവിടെ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്പെസിഫിക് ജോബ്, ഒരു പ്രത്യേക ജോലി. നമ്മളിപ്പോ ഒരു ടീച്ചർ എന്ന ജോലി, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്ന ജോലി, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന ജോലി അല്ലെ, ആ ഒരു ഡ്രൈവർ എന്ന ജോലിയുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അത് പ്രവർത്തികമാക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അല്ലെ, അത് പ്രവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഏത് ജോലിയാണോ ആ ഒരു പ്രത്യേക ജോലി, അതിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ആ ജോലി ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടീസ് അല്ലെ, അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ജോബ് അല്ലെ, ഒരു പ്രത്യേക ജോലി. അവിടെ അത് ആ പോയിന്റിനാണ് പ്രാധാന്യം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി, അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, പഠിക്കുക എന്നുള്ളത്. Then the immediate products of this analysis are job descriptions and job specifications. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷൻ. ഇതാണ് അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ വരുന്നില്ലേ? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അല്ലേ? അപ്പൊ അതെന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അതേസമയം ജോബ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തി, ആ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ. ഓക്കെ, ആ പേഴ്സണെ നമുക്കറിയാം എന്താണ്, ഇത്രയും ക്വാളിഫിക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റേത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങളും അനുയോജ്യമാണ് അല്ലെ. എന്താണോ ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം. ആ ജോലി ചെയ്യാൻ അല്ലെ അനുയോജ്യമായിട്ടുള്ള വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ വേണം. എങ്കിൽ മാത്രമാണ് ആ ജോലി നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജോബ് അനാലിസിസിൽ വരുന്ന രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട്, മറ്റൊന്ന് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ട്. അതുകൊണ്ട് അത് അവിടെ പഠിച്ചാലും മതി.
ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അതിൽ ആ ഒരു കോളം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെ, ആ ജോലിയുടെ ടൈറ്റിൽ, ജോലിയുടെ ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു വർക്കിംഗ് കണ്ടീഷൻസ്, ജോബ് നോട്ടീസ്, മെഷീൻ ടു ബി യൂസ്ഡ്, ഹാസാർഡ്സ് അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ലൊക്കേഷൻ എന്താണ്, അതെന്താണ് ടൈറ്റിൽ, അതെന്തൊക്കെയാണ് കാര്യങ്ങൾ അതിനുള്ളത്, ആർക്കാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ജോലിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാമാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരിക. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെ, ആ വ്യക്തിക്ക് ആവശ്യമായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കില്ല്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ്. ഓക്കെ, അതായത് അവർക്ക് ആവശ്യമായിട്ട് അല്ലെ, നമുക്കറിയാം വൈകാരിക, ചിലപ്പോ ഹോസ്പിറ്റലിലൊക്കെ ഒരു ജോലിക്ക് അല്ലെ, ഒരു കാഷ്വാലിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഓക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കും അവിടെ ചെല്ലുന്നത്. പക്ഷെ നമുക്കറിയാം ചില ആക്സിഡന്റൽ കേസൊക്കെ വരുമ്പോൾ പല പല രീതിയിലായിരിക്കും വ്യക്തികളെ കൊണ്ടുവരുന്നത് അല്ലെ, അതിനെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ആ പേഴ്സണെ വേണ്ടിയിരിക്കും അല്ലെ. ഇൻ കേസ് അവര് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായെങ്കിലും അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പവറും കൂടിയും അവർക്ക് ഉണ്ടായാൽ മാത്രമാണ് ആ ജോലിയിൽ അവർക്ക് നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് മോർച്ചറിയിൽ നിൽക്കുമ്പോഴൊക്കെ അല്ലെ, ഒരു കോൺഫിഡൻസോടുകൂടി നിൽക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൈകാര്യം ചെയ്യുമ്പോൾ ചില വ്യക്തികളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പേടി തോന്നും അല്ലെ, അവർക്ക് പക്ഷെ ക്വാളിഫൈഡ് ആയിരിക്കും അവര്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബിഹേവിയറൽ ആയിട്ട് അവർക്ക് പെരുമാറാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ എങ്കിൽ അവർക്ക് ഇല്ലാതെ വരും. അപ്പൊ ആ ഒരു ചോദ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അനുയോജ്യമായ വ്യക്തികളെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സെലക്ഷനും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിക്കുമ്പോൾ, ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അവര് യോഗ്യരായ വ്യക്തികളെ സെലക്ട് ചെയ്യാൻ പല മെത്തേഡുകളൊക്കെ ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കേസുകളൊക്കെ അവരെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് ജോബ് അനാലിസിസില് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഞാനത് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതാണ്. ഡെഫിനിഷൻ ഒക്കെ ചെയ്യണോ? ആ പേര് ഓർത്ത് വെക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ അല്ലെ, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലാണ് ജോബ് അനാലിസിസിനെ ഇങ്ങനെ ഒരു നിർവചനത്തിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോഴെങ്കിലും ക്ലിയറായിട്ട് ഈ ഡെഫിനിഷൻ തന്നിട്ട് ആരാണ് ഡിഫൈൻ ചെയ്തെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക അല്ലെ, എഡ്വിൻ ബി ഫ്ലിപ്പോ. ഇതിലെ ഇമ്മീഡിയറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണ്? ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഡെഫിനിഷനും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര് അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്പെസിഫിക് ജോബ്. ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. ഇതിനെന്താ പറയുന്നത്? ജോബ് അനാലിസിസ്. ഒരു സ്പെസിഫിക് ജോബുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് നമുക്ക് കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. കൺസെപ്റ്റ് ജസ്റ്റ് നോക്കാം. ജോബ് അനാലിസിസ് is essentially process of collecting and analyzing the data relating to a job in an organization. Okay, നമുക്കറിയാം ഈ പലതരത്തിലുള്ള കളക്ഷൻ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് ഇതിൽ വരുന്നത്. It refers to a scientific and systematic analysis of a job in order to obtain all pertinent facts about the job. Okay, നമുക്കറിയാം ഇതിങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെ അവലോകനം ചെയ്യുമ്പോൾ അല്ലെ, അത് അത്തരത്തിലുള്ള രീതിയിൽ അവലോകനം ചെയ്യുമ്പോഴാണ് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് അവയർനെസ് അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നേടാനായിട്ടുള്ള ശേഷി ഉണ്ടാവും അല്ലെ. ഇൻ കേസ് ഏതെങ്കിലും ഒരു എന്താ പറയുക ചില സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ ജോലിയെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ടെങ്കിൽ കൂടി എന്താണ് ജോലിക്ക് യോഗ്യരായ വ്യക്തികളെ കളക്ട് ചെയ്യുമ്പോൾ കണ്ടെത്തുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് അവരെ വിശകലനം ചെയ്യുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി
അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇന്റർവ്യൂ ടൈമിലായിരിക്കും അവർ ഫെയിൽ ആയി പോകുന്നത്. കാരണം എന്തുകൊണ്ടാ, അവർ അത്രയ്ക്കും വിശകലനം ചെയ്തിട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തിയാണ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അനലൈസേഷൻ നടത്തുക എന്നുള്ള പ്രവർത്തനമാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. Job analysis has been defined as the process of determining by observing and studying the task which comprise the job, the method and the equipment used, and the skills and the attitude required for the successful performance of the job. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ജോലി അല്ലെ, ജോലിയിലെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടത് വിജയകരമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ നമുക്കറിയാം. പല എക്യുപ്മെന്റ്സ് അവിടെ യൂസ് ചെയ്യുന്നത്, പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ, പല രീതിയിലായിരിക്കും അവരുടെ ടാസ്കുകൾ അക്കമ്പനി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർവഹിച്ചു കൊണ്ടുപോകാനായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ബൈ ഒബ്സർവിങ് ആൻഡ് സ്റ്റഡിയിങ് ടാസ്ക് അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ള പ്രവർത്തനമാണ് തീർച്ചയായിട്ടും എന്തിൽ വരുന്നത്, ജോബ് അനാലിസിസിൽ വരുന്നത് അല്ലെ. അതിൽ നമുക്കറിയാം പല എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ജോലി നിർവഹിച്ചു പോകുന്നത്. അപ്പൊ എല്ലാം അല്ലെ, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ജോബ് അനാലിസിസിൽ നമ്മള് പ്രോസസ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അവിടെ അവലോകനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റും കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഭാഗം പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ാക്കിയിട്ടുണ്ട്. ആണ് ഞാൻ നോട്ട് ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകുന്നില്ലേ? അറിയില്ലേ, നോട്ട് ചെയ്ത് പോകുക എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളാണ്, കാണാറുള്ളതാണ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ജസ്റ്റ് എടുത്ത് പോകുമ്പോൾ അത് ഇങ്ങനെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവാന്ന് പറയുന്നത്. ഓക്കെ, കാരണം എല്ലാം കൂടി വരുമ്പോ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇത് എവിടെ നിന്നാണ്, ഇത് എങ്ങനെയൊക്കെയാണ്, ചെറിയ രീതിയിലുള്ള മോക്ക് ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ടാവുക എന്നുള്ളത്. എല്ലാം കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സിമ്പിൾ ആണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കൈകാര്യം പോകാൻ സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.